ഓണം ആഘോഷിക്കാനായിട്ട് ബാംഗ്ലൂരിൽ നിന്ന് നാട്ടിലേക്ക് പോകുന്ന കാഴ്ചയാണ് ഈ കാണുന്നത്. അതിന്റെ സന്തോഷത്തിലാണ് നമ്മുടെ ആറ്റക്കുട്ടി. ഞങ്ങൾ ബാംഗ്ലൂരിൽ നിന്ന് കാറിലാണ് പോകുന്നതെങ്കിൽ എത്രയും നേരത്തെ തന്നെ ഇറങ്ങാൻ നോക്കും. അപ്പം ട്രാഫിക്കും വലിയ ബഹളങ്ങളൊന്നും ഇല്ലാണ്ട് നമുക്ക് ഓൾമോസ്റ്റ് ഒരു 10 മണിയൊക്കെ ആകുമ്പോഴേക്കും 10 മണിയൊക്കെ ആകുമ്പോഴേക്കും ബത്തേരി എത്താൻ പറ്റും. പൊതുവെ ഞങ്ങൾ അങ്ങനെ പ്ലാൻ ചെയ്തിട്ടാണ് എന്നും നാട്ടിലേക്ക് വരാറ് കാർ എടുത്തിട്ട്. ഓണം ഉത്രാട ദിവസമാണെന്ന്. അപ്പം രാവിലെ തന്നെ നല്ല മഴയാണ്. അപ്പം മഴയൊന്ന് ചെറുതായി തോർന്നു വന്നിട്ടേ ഉള്ളൂ. ഞങ്ങൾ കൂടാനുള്ള പുറപ്പാടിലാണ്. ഈ ഒരാളെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇതാണ് ഓണപ്പൊട്ടൻ. വടക്കൻ മലബാർ റീജിയനിലാണ് കൂടുതലായിട്ടും ഓണപ്പൊട്ടന്മാരെ കാണാറുള്ളത്. ഓണാഘോഷവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ജനകീയ കഥാപാത്രമാണ് ഓണപ്പൊട്ടൻ എന്ന് പറയുന്നത്. ഈ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഓണപ്പൊട്ടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംസാരിക്കില്ല. അവർ ആംഗ്യങ്ങളിലൂടെയാണ് നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. വലിയ മുടിയും കിരീടക്കണിഞ്ഞ് മുഖത്ത് അലങ്കാരപ്പണികളൊക്കെ ചെയ്ത് നിറമുള്ള വസ്ത്രങ്ങൾ ധരിച്ച് കുടയും ഈ ഓലക്കുടയും അതുപോലെ മണിയും ഒക്കെ കിലുക്കി നമ്മളെ വീട്ടിൽ എത്തുന്നതാണ് ഓണപ്പൊട്ടൻ. അപ്പോൾ ഓണപ്പൊട്ടനെ കണ്ടപ്പോൾ ആറ്റക്കുട്ടിക്ക് ഒരു ചെറിയ പേടിയുണ്ട്. ഓണപ്പൊട്ടൻ വന്നപ്പോൾ അവൾ ഇങ്ങനെ ദക്ഷിണ കൊടുക്കുന്നതാണ്. അപ്പോൾ അവർ ദക്ഷിണ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ അവർ അനുഗ്രഹിക്കും. അപ്പോൾ അനുഗ്രഹം വാങ്ങിക്കാൻ വേണ്ടി പറയുമ്പോൾ പേടിച്ചുകൊണ്ട് മാറി നിൽക്കുന്ന ആറ്റക്കുട്ടിയെയാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഓണപ്പൊട്ടൻ എല്ലാ ഓണത്തിനും നമ്മളെ വീട്ടിലേക്ക് വരും. ഈ ഒരു വീട്ടിലേക്ക് വന്ന് നമ്മളെ അനുഗ്രഹിച്ച് നമ്മളടുത്ത് നിന്ന് ദക്ഷിണ വാങ്ങും. അതുപോലെ തന്നെ നമ്മൾ ഓണപ്പൊട്ടൻ വരുമ്പോൾ ഈ വിളക്കൊക്കെ കത്തിച്ച് പറയിൽ അരിയൊക്കെ വെച്ച് നമ്മൾ അവരെ സ്വീകരിക്കും. ആ സ്വീകരിക്കുന്ന ചടങ്ങുകൾ കൂടിയാണ് നിങ്ങൾ ഈ കാണുന്നത്. നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കാനായിട്ടാണ് ഓണപ്പൊട്ടൻ വരുന്നത്. ഓണപ്പൊട്ടൻ അങ്ങനെ വീട്ടിലെത്തിയാൽ ആ ഒരു ഓണം നമ്മളെ എന്താ പറയുക സൗഭാഗ്യവും സമൃദ്ധിയും ഒക്കെ വീടുകളിൽ എത്തുന്നതാണ് നമ്മളെ ഒരു ഐതിഹ്യം. ഇപ്പോൾ വീട്ടിലൊക്കെ എത്തി എല്ലാ വീട്ടിലും ആ കുടുംബത്തോടു കൂടി ഓണപ്പൊട്ടനെ വരവേറ്റ് അരിപ്പൊടി പഴം അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള എന്ത് സാധനങ്ങളും നമുക്ക് ഓണപ്പൊട്ടന് നൽകാൻ പറ്റും. അപ്പം നമ്മളിപ്പോൾ ഇവിടെ അരിയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതെല്ലാം വാങ്ങിയിട്ട് അവർ നമ്മളടുത്ത് കുറച്ച് നേരം നമ്മളോട് ചിലർ നമ്മളോട് എന്തെങ്കിലുമൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് നോക്കും. നമ്മളോട് എന്തെങ്കിലുമൊക്കെ വിവരങ്ങൾ ഇങ്ങനെ പറയും. അവർ ആ മണി കൂട്ടി കുറച്ച് നേരം അവിടെ നിന്ന് ഇങ്ങനെ തുള്ളുമൊക്കെ ചെയ്യും. അവർ തുള്ളും നമ്മളോട് അനുഗ്രഹിക്കും. നമ്മളോട് എന്തെങ്കിലുമൊക്കെ ചോദിക്കാനുണ്ടെങ്കിൽ അതൊക്കെ ആംഗ്യ ഭാഷയിലൂടെയാണ് അവർ ചോദിക്കുക. അപ്പോൾ അവർ അങ്ങനെയാണ് നമ്മളോട് സംസാരിക്കുക. അപ്പോൾ ഈ ഉത്രാടത്തിനും തിരുവോണത്തിനുമാണ് ഓണപ്പൊട്ടന്മാർ ശരിക്കും എല്ലാ വീട്ടിലും എത്തുക ഓണത്തിൻ്റെ അന്ന് എന്ന് പറയുന്നത്. അപ്പം ഇങ്ങനെ നമ്മൾ വീട്ടിലൊക്കെ എത്തി നമ്മളോട് സംസാരിച്ച് ഇവിടെ നിന്നിട്ട് ഇങ്ങനെ തുള്ളുകയൊക്കെ ചെയ്തു. അപ്പോൾ ഇവിടേക്ക് വരാൻ പറഞ്ഞപ്പോൾ ഉള്ളിലേക്ക് കയറുമോ ചോദിച്ചപ്പോൾ ആളിങ്ങോട്ടൊക്കെ കയറി വന്ന് നമ്മളോട് കുറേ അവിടെ നിന്ന് 2 സ്റ്റെപ്പൊക്കെ ഇട്ടായിരുന്നു. പിന്നെ ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ടിട്ടാണോ എന്നറിയില്ല. അപ്പോൾ ആൾ അച്ഛൻ്റെ കൂടെ നിന്നിട്ട് എനിക്കൊരു ഫോട്ടോയ്ക്ക് പോസും ചെയ്ത് തന്നു. അങ്ങനെ ഈ ഒരു വർഷത്തെ ഓണം ഇവിടെ വെച്ച് തുടങ്ങുകയാണ്. എല്ലാ അനുഗ്രഹങ്ങളും സമ്പൽ സമൃദ്ധിയോടുകൂടി ഇങ്ങനെ ഒരു ഓണം വരട്ടെ എന്നുള്ളത് നമ്മളെപ്പോഴും ആഗ്രഹിക്കുന്ന ഒരു കാര്യം കൂടിയാണ്. അപ്പം ഇങ്ങനെ ഒരു ഓണപ്പൊട്ടനെ നമ്മളിവിടെ കാണുമ്പോഴും നമ്മുടെ പഴമയും അതിൻ്റെ ആ ഒരു പണ്ടത്തെ ഒരു പാരമ്പര്യവും ഐതിഹ്യം എല്ലാം ഇതേപോലെ തന്നെ ഇപ്പോഴും നടക്കുന്ന സ്ഥലങ്ങൾ വളരെ റെയറായിട്ടാണ് നമുക്ക് ഇപ്പോഴും കാണാൻ പറ്റുക. അങ്ങനെ ഇവിടെ നിന്ന് നമ്മൾ ഒരു ഓണാഘോഷം തുടങ്ങാണ്. ഓണപ്പൊട്ടം വന്നതോടുകൂടി നമ്മൾ ആ ഒരു ഓണം അവിടെ നിന്ന് ഇങ്ങനെ തുടങ്ങാണ്. എല്ലാ വീട്ടിലും ഇവർ പോകും. ഒരുപാട് ഓണപ്പൊട്ടന്മാരുണ്ടാവാറുണ്ട്. അപ്പോൾ അവർ ഓരോരുത്തരും ഓരോരോ സ്ഥലത്തേക്ക് ഇങ്ങനെ നീങ്ങി പോകും. എന്നിട്ട് അവിടെ ഒരു ഏരിയ മൊത്തത്തിൽ അവിടെയുള്ള എല്ലാ വീട്ടിലും കയറി ചെന്ന് അവിടെയുള്ള എല്ലാവരെയും ഒരുമിച്ച് അനുഗ്രഹിച്ച് ദക്ഷിണയൊക്കെ വാങ്ങി അവർ അങ്ങനെയാണ് ഈ ഒരു ഓണം ഇവിടുത്തെ എപ്പോഴും തുടങ്ങാറ്. കാണാൻ ഒത്തിരി കൗതുകം നിറഞ്ഞതും ഭയങ്കര മനസ്സിന് സന്തോഷം നൽകുന്നതുമായിട്ടുള്ള ഒരു കാഴ്ചയും കൂടിയാണ് ഈ ഒരു വരവ്. അങ്ങനെ ഞങ്ങൾ പൂവിടൽ കണ്ടിന്യൂ ചെയ്തു. എനിക്ക് ആക്ച്വലി ഇത്തവണ പൂ കട്ട് ചെയ്ത് കൊടുക്കലാണ് പണി. അപ്പം അനുവേട്ടനാണ് ഇത്തവണ ഡിസൈനൊക്കെ വരച്ചതും. ഇത്തവണ നല്ല പൊതുവെ മുപ്പർ തന്നെയാണ് എല്ലാ ഡിസൈൻസും വരയ്ക്കാറ്. അപ്പോൾ അച്ഛനും മോളും കൂടി ഇന്ന് പൂക്കൾ ഇടാൻ തുടങ്ങിയിട്ടുണ്ട്. ഞങ്ങൾ ഇത്തവണ കാറെടുത്ത് വന്നതുകൊണ്ട് തന്നെ ഗുണ്ടൽപേട്ടിൽ നിന്നാണ് അധികം പൂക്കൾ വാങ്ങിയിട്ടുള്ളത്. നമ്മൾ നാട്ടിൽ നിന്ന് വാങ്ങുന്നതിനേക്കാളും കുറച്ചും കൂടി ലാഭത്തിൽ നമുക്ക് പൂക്കൾ അവിടെ നിന്ന് കിട്ടി. കാരണം ഫ്രഷ് ആയിട്ടുള്ള പൂക്കൾ അവരവിടെ നിന്ന് പറിച്ചുടനെ തന്നെ വിൽക്കുന്നുണ്ടായിരുന്നു. അപ്പം ബാംഗ്ലൂരിൽ നിന്ന് നാട്ടിലേക്ക് വരുന്ന മലയാളികൾക്ക് ആ ഒരു ഓപ്ഷൻ പൊതുവെ കോഴിക്കോടേക്കൊക്കെ വരുന്നത്, കാരണം ഗുണ്ടൽപേട്ട വഴി വരുന്നത് നമ്മുടെ നാട്ടിലേക്ക് മലബാർ റീജിയനിലേക്ക് ആയിരിക്കും. വയനാട് കോഴിക്കോട് അങ്ങനെ വരുന്നവരായിരിക്കും. അപ്പം കണ്ണൂർ അവരൊക്കെ ആയിരിക്കും കൂടുതൽ ഈ ഒരു റൂട്ട് എടുക്കുക. അപ്പോൾ അവിടെ നിന്ന് വരുന്നവർക്ക് ഈ ഒരു ഓപ്ഷൻ നല്ല ഒരു ഇതാണ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നാട്ടിൽ നിന്ന് കിട്ടുന്ന വിലയേക്കാളും കുറച്ചും കൂടി കുറവിൽ ഫ്രഷ് ആയിട്ടുള്ള പൂക്കൾ തന്നെ നമുക്ക് അവിടെ നിന്ന് കിട്ടും. അപ്പം പൂക്കളെല്ലാം കുറെ കട്ട് ചെയ്തതും എല്ലാം ഇട്ട് ഞങ്ങൾ ഓൾമോസ്റ്റ് ഞങ്ങളെ പൂക്കളം ഇവിടെ തീർത്തിരിക്കുകയാണ്. ഉത്രാടത്തിന്റെ പൂക്കളായിരുന്നു അത്. അപ്പം അത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി. അങ്ങനെ കംപ്ലീറ്റ് ചെയ്യുന്നവരെ ആറ്റക്കുട്ടിയും കൂടെ ഉണ്ടായിരുന്നു. അപ്പോഴേക്കും ഡ്രസ്സൊക്കെ മാറ്റി നമ്മളെ കുഞ്ഞാവക്കുട്ടിയും കൂടെ വന്നിട്ടുണ്ട്. അവളെ ആദ്യത്തെ ഓണമാണ്. അപ്പോൾ അതിന്റെ പുതിയ ഡ്രസ്സും പുതിയ മുണ്ടൊക്കെ കൊടുത്ത് കുഞ്ഞാവയും കൂടെ വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കൂടി ആയിട്ടുള്ള ആദ്യത്തെ ഒരു ഓണാഘോഷം കൂടിയാണിത്.